ഇന്ന് നടന്ന 4th സ്റ്റേജ് പ്രിലിംസിൻ്റെ മാത്സിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് റൂട്ട് ഓഫ് 841 എത്രയാണ്? അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 841 കാണാൻ വേണ്ടിയിട്ട് 1 ലാസ്റ്റ് നമ്പർ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ 1 വരും അല്ലെങ്കിൽ 9 ആയിരിക്കും വരിക. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് പറയുന്നത് 29, 31, 27, 23 ഉണ്ട്. അപ്പോൾ ഈ 2 ഓപ്ഷൻസ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. പിന്നെ ഈ 2 ഓപ്ഷൻസേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമുക്കറിയാം 31 ആണ് ഉണ്ടെങ്കിൽ 30ൻ്റെ സ്ക്വയർ എത്രയാണ്? 900 കടന്നു, 900 ആവും. അപ്പോൾ 31ൻ്റെ സ്ക്വയർ 900ന് മുകളിലാവും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? 29 ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരിക. പിന്നെ രണ്ടാമത്തെയാണിത്, ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്രയാണ്? ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ അത് n+1/2 ആണ് അതിൻ്റെ ആൻസർ കണ്ടെത്താനുള്ള ഒരു ഇക്വേഷനാണ്. അപ്പോൾ 11/2 ആയിരിക്കും. 10 ഉണ്ടാവും. 10 + 1 11/2 = 5.5 ആയിരിക്കും. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 5.5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു ലോറിയുടെ ശരാശരി വേഗത 56 km/h ആണെങ്കിൽ ആ ലോറി 3 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? അതിൻ്റെ ഓപ്ഷൻസ് ആണ്: എ 132 കിലോമീറ്റർ, ഓപ്ഷൻ ബി 182 കിലോമീറ്റർ, ഓപ്ഷൻ സി 126 കിലോമീറ്റർ, ഓപ്ഷൻ ഡി 165 കിലോമീറ്റർ ആണ്. അപ്പോൾ 1 മണിക്കൂർ കൊണ്ടാണ് 56 കിലോമീറ്റർ പോകുന്നത്. അപ്പോൾ 3 മണിക്കൂർ കൊണ്ട് 56 × 3 ചെയ്താൽ എത്രയാവും? 6 3 18, 5 3 15, 5 3 15 ഒന്നുണ്ടാവും, 16 ഉണ്ടാവും, 168 ആണ്. അപ്പം ഈ ഓപ്ഷന് പോവും, ഈ ഓപ്ഷന് പോവും, ഈ ഓപ്ഷൻ പോവും. അപ്പം തന്നെ 168 ആയി. പിന്നെ 15 മിനിറ്റും കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതിന് കൂടുതലായിരിക്കും. അപ്പോൾ ഓപ്ഷൻ 182 ആയിരിക്കും. അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ 15 മിനിറ്റിനായി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ടോട്ടലിനെ 56നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 മണിക്കൂർ 56 ആണ്. അപ്പോൾ 15 മിനിറ്റ് കൊണ്ട് അത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ആൻസറും കൂടെ കിട്ടും. അപ്പോൾ ടോട്ടലി 182 ആണ് നമുക്ക് കിട്ടുക. 14 ആയിരിക്കും ഒരു 15 മിനിറ്റ് കൊണ്ട്. 15 മിനിറ്റ് കൊണ്ട് അത് സഞ്ചരിക്കുന്ന ദൂരം 14 ആയിരിക്കും. അപ്പോൾ ഇത് 168ഉം 14ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 182 കിട്ടും. അപ്പോൾ ബി ആയിരിക്കും ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2 സംഖ്യകളുടെ ഉസാഗ 25ഉം ലസാഗു 1500ഉമാണ്. ഒരു സംഖ്യ 50 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏതാണ്? അപ്പോൾ ഈ 2 സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് ലസാഗു ഉസാഗയും തമ്മിൽ ഗുണിച്ചാലുള്ള തുകക്ക് തുല്യമാണ്. അപ്പോൾ ഇതിൽ ലസാഗു എത്രയാണ്? ഉസാഗ 25ഉം ലസാഗു 1500ഉം. അതിൻ്റെ ഗുണനഫലം എന്ന് പറഞ്ഞാൽ 2 സംഖ്യകളുടെ ഗുണനഫലത്തിന് തുല്യമാണ്. അപ്പോൾ ഇതിലൊരു സംഖ്യ തന്നിട്ടുണ്ട് 50, രണ്ടാമത്തെ സംഖ്യ ഏതാ തന്നിട്ടില്ല, അതിന് എക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സ് ഇവിടെ കാണാൻ വേണ്ടി 50നെ ഇങ്ങോട്ട് എടുത്താൽ മതി. അപ്പോൾ 25 × 1500 / 50. 50 ഇവിടെ 0 ക്യാൻസൽ ചെയ്തു. 15ൽ 5 3 പ്രാവശ്യം. അപ്പോൾ ഇവിടെ 30 ഉണ്ടാവും. 25 × 3 എത്ര? 75. അപ്പോൾ 750 ആയിരിക്കും അതിൻ്റെ ആൻസർ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 750 ആണ് രണ്ടാമത്തെ സംഖ്യ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 6.5 × 0.28 × 0.5 ഡിവൈഡഡ് ബൈ 0.07 × 0.13 × 2.5. ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇതിനെ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാം? ഇതിൻ്റെ പോയിൻ്റ് എല്ലാം മാറ്റിയിട്ട് പൂർണ്ണസംഖ്യ ആക്കി മാറ്റുക. 65നെ പോയിൻ്റ് മാറ്റണമെങ്കിൽ 65 എഴുതിയിട്ട് × 10⁻⁻1 എഴുതിയാൽ മതി. × 10⁻⁻1 × 28 ഇവിടെ 2 സ്ഥാനമുണ്ട്. അപ്പോൾ 10⁻2 × 5 × 10⁻⁻1 ഡിവൈഡഡ് ബൈ 7 × 10⁻2, 13 × 10⁻2 25 × 10⁻1. അപ്പോൾ ഇവിടെ എന്തായി? ഇവിടെ 10⁻4 വരും ടോട്ടലി. ഇവിടെ 10⁻5 വരും. അപ്പോൾ ഈ 13നെയും 65നെയും ക്യാൻസൽ ചെയ്യാൻ പറ്റും. 13 65ൽ 13 5 പ്രാവശ്യമാണുള്ളത്. പിന്നെ ഇവിടെ 25 ഉണ്ട്, 25 ഉണ്ട്. 25ൽ 5 പ്രാവശ്യമാണ്. അപ്പോൾ ഈ 5നെയും ഈ 5നെയും ക്യാൻസൽ ചെയ്യാൻ പറ്റും.
പിന്നെ 7 ഇവിടെ 7 ഉണ്ട്, ഇവിടെ 28 ഉണ്ട്. 4 7 28. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് 4 ഇൻറ്റു മുകളിൽ ഇനി 4 മാത്രമല്ലേ ഉള്ളൂ. 4 ഇൻറ്റു 10⁻⁻4 അല്ലേ. -1 -2 -1. അപ്പോൾ -4 കിട്ടി. താഴെ 10⁻⁻5 ആണ്. അപ്പോൾ എന്ത് ചെയ്യും? x⁻m/x⁻n x⁻m-n. അപ്പോൾ ഇതെന്ത് ചെയ്യും? മുകളിൽ പോകുമ്പോൾ പോസിറ്റീവായി മാറും. അപ്പോൾ 4 ഇൻറ്റു 10⁻⁻4 + 5 വരുമ്പോൾ 10⁻1 വരും. അപ്പോൾ 10⁻1 എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ 4 ഇൻറ്റു 10 40 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് 35ൻ്റെ സ്ക്വയർ എത്രയാണെന്നുള്ളത്. അതിൻ്റെ ഓപ്ഷൻ സി എ 625, ഓപ്ഷൻ ബി 925, ഓപ്ഷൻ സി 1225, ഓപ്ഷൻ ഡി 1025. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. 5ൻ്റെ സ്ക്വയർ കാണാൻ വളരെ എളുപ്പമാണ്. 5 ലാസ്റ്റ് സംഖ്യയാണ്. 5ൻ്റെ സ്ക്വയർ എത്ര? 25. അപ്പോൾ എല്ലാത്തിൻ്റെ ലാസ്റ്റ് 25 ഉണ്ട്. അപ്പോൾ 625 ഒരിക്കലും വരില്ല. കാരണം എന്തുകൊണ്ടാ? 35ൻ്റെ സ്ക്വയർ, 30ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ തന്നെ 900ൻ്റെ മുകളിലുണ്ട്. അപ്പോൾ 5ൻ്റെ സ്ക്വയർ 25 ആണ്. പിന്നെ ഇനി എന്ത് ചെയ്താൽ മതി? 5 ലാസ്റ്റ് നമ്പർ വരുന്ന ഏത് സംഖ്യയുടെ സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് ഇനി അതിൻ്റെ തൊട്ട് മുമ്പത്തെ ഉള്ള സംഖ്യയും അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സംഖ്യയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 3 × 4, 3 കഴിഞ്ഞ അടുത്ത സംഖ്യ അതാ 4, 3 4 12. അപ്പോൾ 1225 ആയിരിക്കും അതിൻ്റെ ആൻസർ കിട്ടുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 27/9 + 6 × 4 -6. ഇത് ബോർഡ് മാസ് വെച്ചിട്ട് ചെയ്യാനുള്ളതാണ്. അതിൽ ഓപ്ഷൻ എ 22, ഓപ്ഷൻ ബി 23, ഓപ്ഷൻ സി 21, ഓപ്ഷൻ ഡി 24 ഉണ്ട്. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഏത് ചെയ്യണം? ഡിവിഷനാണ് ചെയ്യേണ്ടത്. 27/9 എന്ന് പറയുമ്പോൾ എത്രയായി? 3 9 അല്ലേ 27. പിന്നെ അടുത്ത എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ 6 4 24. അപ്പോൾ എന്ത് വരും? 3 + 24 - 6. 24 6 മൈനസ് ചെയ്താൽ 18 ആയി. 18ഉം ഇവിടെ എന്ത് 3 ഉണ്ടാവും. അപ്പോൾ 21. സി ആയിരിക്കും 7ൻ്റെ ആൻസർ വരുന്നത്. ഇനി 8ാമത്തെയാണ് 3/4 + 1/6. ഇതെങ്ങനെ ചെയ്യാം? ക്രോസ് ചെയ്താൽ മതി. 3 6 18, 4 × 1 4 ഡിവൈഡഡ് ബൈ 4 6 24. അപ്പോൾ മുകളിൽ 22 വരും, താഴെ 24 വരും. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മുകളിൽ 11 വരും, താഴെ 12 വരും. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും ഇതിൻ്റെ ആൻസർ 11/12. ഇനി നെക്സ്റ്റ് ആണ് 9ാമത്തെ ക്വസ്റ്റ്യന്. 1500 രൂപ വിലയുള്ള കസേര 15% ലാഭം കിട്ടുവാൻ എത്ര രൂപക്ക് വിൽക്കണം? അതിൻ്റെ ഓപ്ഷൻസ് ആണ് 1525 രൂപ, 1725 രൂപ, 1825 രൂപ. ഇവയൊന്നുമല്ല. ഇതെങ്ങനെ ചെയ്യുക? 15% ലാഭം കിട്ടണം. അപ്പോൾ ഇത് 1500 രൂപ എന്ന് പറയുന്നത് ആ കസേരയുടെ വിലയാണ്. അപ്പോൾ അത് കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പോൾ 1500. 15% കിട്ടണം, ലാഭം കിട്ടണമെങ്കിൽ 1500ൻ്റെ 15% കണ്ടെത്തിയാൽ മതി. അപ്പോൾ 1500ൻ്റെ 15%, 10% എത്രയാണ്? ഒരു പോയിന്റ് ലെഫ്റ്റിലോട്ട് മാറ്റിയാൽ മതി. 150 ആണ് 10%. 150. 1% എത്രയാണ്? 2 പോയിന്റ് മാറ്റിയാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 1% 15 ആണ്. അങ്ങനെയാണെങ്കിൽ 5% എത്രയാണ്? 5 × 15 ചെയ്താൽ മതി, 75 കിട്ടും. അപ്പോൾ 150ഉം 75ഉം കൂടെ കൂട്ടിയാൽ 15% ആയല്ലോ. അപ്പോൾ 225 ആഡ് ചെയ്താൽ മതി. അതാണ് 15% 1500ൻ്റെ. അത് 1500നോട് കൂടിയിട്ട് ആഡ് ചെയ്താൽ 1725 കിട്ടും. ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും, 1725 ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 18 90 108 എന്നീ സംഖ്യകളുടെ ഉസാഗ എത്രയാണ്? ഉസാഗ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 18 അല്ലേ. 18 90 പോവുമോ നോക്കാം. പോവും. എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. അതേപോലെ 108ലും പോവും 18. അപ്പോൾ ഇതിൻ്റെ ഉസാഗ എന്ന് പറയുന്നത് 18 ആയിരിക്കും. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 18. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഒറ്റയാനെ കണ്ടെത്തുക. അതിൽ ആൻസർ വരുന്നത് 343, ഓപ്ഷൻ എ, ഓപ്ഷൻ ബി 433, ഓപ്ഷൻ സി 341, ഓപ്ഷൻ ഡി 431. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 11 എ ആണ്, 343. എന്താ? ഇത് 7ൻ്റെ ക്യൂബാണ് 343. ബാക്കിയൊന്നും ഒരു സംഖ്യയുടെയും ക്യൂബല്ല. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ആൻസർ.
12ാമത്തെ ക്വസ്റ്റ്യൻ ആണ് 2x+1 = 1024 ആയാൽ എക്സിൻ്റെ വില എത്രയാണ്? അതിന് ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 7, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 9. അത് ചെയ്യാൻ വേണ്ടിയിട്ട് 2x+1 എന്ന് പറയുന്നത് 2x+1 എന്ന് പറയുന്നത് 1024 അല്ലേ? 1024 2ൻ്റെ പവറായിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? 2×10 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ 2x+1 2×10 ഈക്വൽ ആണെങ്കിൽ x+1 10 ഈക്വൽ ആയിരിക്കും. അപ്പോൾ x+1 = 10, x = 9 ആയിരിക്കും. എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടെത്താൻ പറഞ്ഞത്. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 13ാമത്തെ. അടുത്ത പദം കണ്ടെത്തുക. BEGMORUW. ഇനി അടുത്ത് നോക്കാം. ഇത് ബി കഴിഞ്ഞ് സി, ഡി കഴിഞ്ഞാണ് ഇ കഴിഞ്ഞ് എഫ് കഴിഞ്ഞിട്ടാണ് ജി. പിന്നെ 2 ലെറ്റർ കഴിഞ്ഞിട്ട് ജി, എച്ച് ഐ കഴിഞ്ഞിട്ടാണ് ജെ, കെ എൽ കഴിഞ്ഞിട്ടാണ് എം കഴിഞ്ഞ് 1 കഴിഞ്ഞിട്ടാണ് അടുത്ത ഒ വരുന്നത്. അതേപോലെ ഒ പി ക്യൂ കഴിഞ്ഞ ആറ്, എസ് ടി കഴിഞ്ഞ് യു, വി ആയിരിക്കും ഇവിടെ വരിക, ഡബ്ല്യു. അതേപോലെ എക്സും വൈ കഴിഞ്ഞിട്ട് ഇസഡ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഈ 2 ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റും നമുക്ക്. ഇതും ഈ ഓപ്ഷനും ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി ഈ 2 ഓപ്ഷനും എയും സിയും മാത്രമാണ് സെഡ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് ലെറ്റർ നോക്കാം. സെഡ് എ ബി സി ആയിരിക്കണം. അപ്പോൾ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി ആയിരിക്കും. പിന്നെ അടുത്ത് നോക്കുക. സി ഡി കഴിഞ്ഞാൽ ഇ വരണം. CZCE എന്നാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 1നും 50നും ഇടക്ക് വരുന്ന ഇരട്ട സംഖ്യകളുടെ തുക എത്രയാണ്? 1നും 50നും ഇടക്ക് വരുന്നതെന്ന് പറയുന്നത് ആദ്യത്തെ 1നും 50നും ഇടയിൽ എത്ര ഇരട്ട സംഖ്യ ഉണ്ടാവും? 25 ഇരട്ട സംഖ്യകൾ ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ 25 ഇരട്ട സംഖ്യകളുടെ തുക കണ്ടെത്തിയാൽ മതി. അപ്പം എങ്ങനെ കിട്ടുക? ഇരട്ട സംഖ്യകളുടെ തുകയാണെങ്കിൽ n×n+1 ആണ് ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ. അപ്പോൾ ആദ്യത്തെ 25 ഇരട്ട സംഖ്യകളുടെ തുകയാണ് കാണേണ്ടത്. അപ്പോൾ 25 × 26 ചെയ്യുമ്പോൾ നമുക്ക് 650 ആൻസർ വരും. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും അതിൻ്റെ ആൻസർ. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2 സംഖ്യകളിൽ ആദ്യത്തേത് രണ്ടാമത്തേതിൻ്റെ 5 ഇരട്ടിയാണ്. സംഖ്യകളുടെ തുക 96 ആയാൽ ചെറിയ സംഖ്യ ഏത്? ഓപ്ഷൻ എ 16, ഓപ്ഷൻ ബി 80, ഓപ്ഷൻ സി 30, ഓപ്ഷൻ ഡി 36. ഇതെങ്ങനെ ചെയ്യാൻ നോക്കുക. ആദ്യത്തെ ക്ലൂ എന്താ? ആദ്യത്തേത് രണ്ടാമത്തേതിൻ്റെ 5 ഇരട്ടിയാണ്. അപ്പോൾ രണ്ടാമത്തെ സംഖ്യ എന്തായിരിക്കും? സെക്കൻഡ് സംഖ്യ എക്സ് ആയിരിക്കും. ആദ്യത്തേത് എന്തായിരിക്കും? 5x ആവും. അതായത് രണ്ടാമത്തിൻ്റെ 5 ഇരട്ടിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 96 കിട്ടി. അപ്പോൾ 5x + x = 96 കിട്ടി. അപ്പോൾ 6x = 96 കിട്ടി. എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 96/6 ചെയ്ത് നോക്കാം. അപ്പോൾ 9ൽ 6 ഒരു പ്രാവശ്യം പോവും, ബാക്കി 3 ഉണ്ടാവും. 36ൽ 6 പ്രാവശ്യം. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ ഇതിൽ എക്സ് അല്ലേ ചെറിയ തുക? അപ്പോൾ എക്സ് 16 ആയിരിക്കും. മറ്റേത് എന്താവും? 5 × 16 എത്രയായി? 80 ആയി. അപ്പോൾ ചെറിയ സംഖ്യയാണ് കണ്ടെത്താൻ പറഞ്ഞത്. അപ്പോൾ എ ആയിരിക്കും ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്ലാസ്സിൽ 20 കുട്ടികളുടെ ശരാശരി വയസ്സ് 12. ടീച്ചറുടെ വയസ്സും കൂടി കൂട്ടിയാൽ ക്ലാസ്സിലെ ശരാശരി വയസ്സ് 2 കൂടും എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്രയാണ്? അത് കാണാൻ വേണ്ടിയിട്ട് ക്ലാസ്സിലെ 20 കുട്ടികളുടെ ശരാശരിയാണ് 12. ടീച്ചർ കൂടിയാൽ എത്ര ആളായി? 21 ആളായി. അപ്പോൾ ശരാശരി എത്ര കൂടും? 2 കൂടും. അപ്പോൾ ശരാശരി 12നേക്കാളും 2 കൂടും. അപ്പോൾ 14 ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇവിടെ എത്ര കൂടി? 2 ആണ് കൂടിയത്. അപ്പോൾ ഈ 21നെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 21 × 2 42. ആ 42 ഇതിനോട് കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടി? 54 കിട്ടി. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. അല്ലെങ്കിൽ 20നെ 2 കൊണ്ട് ഗുണിച്ചാൽ 40 കിട്ടും. അത് ഇതിനോട് ആഡ് ചെയ്താലും മതി. അപ്പോൾ 54 ആയിരിക്കും കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 1, 2, 4 എന്ന ശ്രേണിയിലെ 10ാം പദം എത്രയാണ്? ഈ ശ്രേണി നോക്കിയാൽ മതി. 1, 2ൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് 1ഉം 2ൻ്റെ 4ൻ്റെ ഇടയിൽ 2ഉം ആണ്. അപ്പോൾ ഇതൊരു സമാന്തര ശ്രേണിയല്ല, ഇതൊരു അരിതമെറ്റിക് പ്രോഗ്രഷൻ അല്ല, ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. അപ്പോൾ ജോമെട്രിക് പ്രോഗ്രഷനിൽ എങ്ങനെയാണ് നമ്മൾ 10ാം പദം n-ാം പദം കാണുക? a × r⁻n−1. ഇത് ജോമെട്രിക് പ്രോഗ്രഷൻ ആണെന്ന് എങ്ങനെ കണ്ടെത്തുക?
രണ്ടാമത്തെ ടേമിനെ ഒന്നാമത്തെ ടേം കൊണ്ട് കിട്ടുന്ന ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത്, പിന്നെ മൂന്നാമത്തെ പദത്തിനെ അതിൻ്റെ തൊട്ട് മുമ്പത്തേനെ കൊണ്ട് ഡിവൈഡ് ചെയ്താലും സെയിം സംഖ്യ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അതാണ് ഇവിടെ 6 എന്ന് പറയുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് ഇതാണ് n-ാം പദം കാണാനുള്ള ഇക്വേഷന്. a × r⁻n−1. എ എന്ന് പറയുന്നത് എന്താ, അവിടെ ഫസ്റ്റ് പദമാണ്. അപ്പോൾ 1 × 6 എത്രയാ, 2 അല്ലേ നമുക്ക് കിട്ടിയത്. അപ്പോൾ 1 × 2⁻n−1. n എന്ന് പറഞ്ഞാൽ 10 ആണ്, 10-ാം പദമാണ് കണ്ടത്. അപ്പോൾ 10 - 1 9. 2�9 എത്രയാ, 512 ആയിരിക്കും. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 512 ആണ്. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളിൽ ഏറ്റവും ചെറുത് ഏത്? ഏറ്റവും ചെറുതാണ് ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും ചെറുതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് 3/4 2/5 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടായിരിക്കും? 2/5 എന്ന് പറയുമ്പോൾ 0.4 ആയിരിക്കും. 7/10 എന്ന് പറയുമ്പോൾ 0.7 ആയിരിക്കും. 3/4 എന്ന് പറയുമ്പോൾ 0.75 ആയിരിക്കും. 2/1 എന്ന് പറയുമ്പോൾ 2 ആയിരിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? 2/5 ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2/5 ആണ്. ഏറ്റവും വലുത് ഏതാണ്? 2/1 ആയിരിക്കും. ഇനി നോക്കാം. നെക്സ്റ്റ് 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു വരിയിൽ കിരൺ മുന്നിൽ നിന്ന് 8-ാമതും പിന്നിൽ നിന്ന് 25-ാമതും ആണെങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കിരണ് മുന്നിൽ നിന്ന് 8-ാമത്താണ്. അപ്പോൾ ഇവിടെ 8-ാമത്തെ സ്ഥാനത്താണ് കിരൺ ഉള്ളത്. പിറകിൽ നിന്ന് 25-ാമത്തെ സ്ഥാനത്താണ്. പിറകിൽ നിന്ന് 25-ാമത്തെ സ്ഥാനത്താണെങ്കിൽ ഇവിടെ എത്ര ആളുണ്ടാവും? 24 പേരുണ്ടാവും. അപ്പോൾ ഈ 8നോട് കൂടി 24 ആഡ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 32 കിട്ടി. ആൻസർ ഓപ്ഷൻ ബി ആണ്, 32 ആണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പ്ലസ് എന്നാൽ പ്ലസ്സിന് പകരം ഹരിക്കണം എന്ന് കൊടുക്കണം. മൈനസ് വന്നാൽ ഗുണിക്കണം എന്നാണ്. ഗുണിക്കണം വന്നാൽ പ്ലസ്സും കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ 100 + 10 - 20 × 5. ഇതെങ്ങനെ മാറ്റി എഴുതാം? 100 പ്ലസ്സിന് പകരം എന്ത് ചെയ്യണം? ഹരിക്കണം 10, മൈനസിന് പകരം ഇൻറ്റു ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ് 20. മൾട്ടിപ്ലിക്കേഷന് പകരം എന്ത് വരും? പ്ലസ് വരും, 5 വരും. അപ്പോൾ ഫസ്റ്റ് ഏതാണ് ഇതിൽ ചെയ്യേണ്ടത്? ബോർഡ് മാസിൽ ചെയ്യേണ്ടത് ഡിവിഷൻ ആണ്. 100/10. അപ്പോൾ എത്ര കിട്ടും? 10 കിട്ടും. പിന്നെന്താണ് ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇൻറ്റു 20 + 5. അപ്പോൾ 10 × 20 എത്രയാണ്? 200 ആയി. + 5 205. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.